എന്നെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി ഞാൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ഈ നെയിൽസ് റിമൂവ് ചെയ്തിട്ട് ഇപ്പം 1.5 ആഴ്ചയായി. യൂഷ്വലി ഞാൻ അടുത്ത സെറ്റ് അപ്പം തന്നെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ റിമൂവൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനർജി അങ്ങ് ലോ ആയി. പിന്നെ ഈ വീഡിയോ എടുക്കാനുള്ള മടിയും ഈ കാലാവസ്ഥയും ഒക്കെ കാരണം ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യേണ്ട വന്നു. കാലാവസ്ഥ ഇപ്പോഴും മോശമാണ്, വെട്ടം തീരെയില്ല. ഉച്ച 12:30 ഇപ്പോൾ, എന്നിട്ടും ഇത്രയും വെട്ടമേ ഉള്ളൂ. പക്ഷെ ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോസിലെല്ലാം എൻ്റെ കൈ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു വെട്ടമില്ലെങ്കിലും നമുക്ക് ഉള്ള വെട്ടം വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ജെല്ലിക്സ് ആപ്ലിക്കേഷൻ വീഡിയോ ആണ് ഇത്. നമുക്ക് ഉള്ള വെട്ടമൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാം. കണ്ടോ, ഇവിടെ തീരെ വെട്ടമില്ല, പക്ഷെ ഇറ്റ്സ് ഓക്കെ. ടേബിളൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്, നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ, നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി ലൈറ്റ്, ഈ ലൈറ്റ് ഇവിടെ വെച്ചാൽ ഭയങ്കര പ്രശ്നമാണല്ലേ. നമുക്ക് ഇങ്ങോട്ട് വെക്കാം, ഇപ്പം കുഴപ്പമില്ലല്ലോ. ഞാൻ ഈ വീഡിയോയിൽ ആദ്യം തൊട്ട് ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നല്ല ലൈറ്റ് തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ പ്രോ വേർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. അതിൽ നമുക്ക് കളേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാം, ബ്രൈറ്റ്നെസ്സും ക്ലാരിറ്റിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാം. അങ്ങനെ അതെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ബ്രൈറ്റ് വീഡിയോ ആയിട്ട് മാറിയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. ഞാൻ ഷൂട്ട് ചെയ്തപ്പം ഇത് ഭയങ്കര ഡള്ളായിരുന്നു, തീരെ ലൈറ്റിംഗ് ഇല്ലാതെ. ബട്ട് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അതാണ് ഈ ഡിഫറൻസ് നിങ്ങൾക്ക് കാണുന്നത്. നമ്മളിപ്പോൾ നെയിൽ സർഫസ് ഒന്ന് റഫ് ആക്കിയതാണ്. മുകളിലത്തെ ടോപ്പ് ഷൈനുള്ള പോർഷൻ റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. അത് നമ്മളെല്ലാ നെയിലിലും ചെയ്യുക. ഞാനിത് ടൈം ലാപ്സ് ആക്കി കാണിക്കാം, അല്ലെങ്കിൽ ബോറടിക്കില്ലേ, കുറേ നേരമുണ്ട്. എൻ്റെ നോൺ ഡോമിനൻ്റ് ഹാൻഡൊക്കെ ചെയ്യുന്ന നല്ല സമയമെടുക്കും. 180 ഗ്രിറ്റിൽ മാൻഡ്രലിൽ ഇടുന്ന ബിറ്റാണ് നമ്മൾ നെയിൽ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇത് ക്യൂട്ടിക്കിൾ ബിറ്റാണ്. അത് വെച്ചിട്ട് നമ്മൾ ക്യൂട്ടിക്കിൾസ് ലിഫ്റ്റ് ചെയ്യാനും അതിൻ്റെ അണ്ടർ സൈഡ് ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും. അത് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്യൂട്ടിക്കിൾ കട്ട് ചെയ്ത് കളയണം. അതാണ് ഒരു പ്രോപ്പർ പ്രെപ്പ്. അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെയിൽസ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ക്യൂട്ടിക്കിൾസ് റിമൂവ് ചെയ്യാതെ നമ്മൾ നെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ലിഫ്റ്റിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. കാര്യം ക്യൂട്ടിക്കിൾ ഗ്രോത്ത് വരുന്ന ഏരിയ ആണ്. അവിടെ നമ്മൾ ഫുള്ളി ക്ലീൻ ആക്കി പ്രെപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് കൂടുതൽ ലിഫ്റ്റിംഗ് വരാനുള്ള ചാൻസ് ഉള്ളത്. ലിഫ്റ്റൊക്കെ ചെയ്ത് ക്ലീനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല വൃത്തികേടായിട്ടിരിക്കും. പേടിക്കണ്ട, നമ്മളിത് കഴിയുമ്പോഴായിരിക്കും ആ ക്യൂട്ടിക്കിൾസ് കട്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ നീറ്റാവും. ഈ ക്യൂട്ടിക്കിൾ കട്ടിങ് എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്ന സ്റ്റെപ്പാണ്. കാര്യം നമുക്ക് കസ്റ്റമറിനെയോ നമ്മളെ തന്നെയോ കട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ക്യൂട്ടിക്കിളും ആക്ച്വൽ സ്കിന്നും തമ്മിലുള്ള ഡിഫറൻസ് കണ്ട് മനസ്സിലാക്കാൻ തന്നെ ഒരു ടൈം എടുക്കും. പക്ഷെ ആ ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യുമ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സ്റ്റെപ്പുമാണ്. കാര്യം ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൈ പെട്ടെന്ന് ഭയങ്കര നീറ്റായ പോലെ ഇരിക്കും. ഞാനിപ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലെഫ്റ്റ് ഹാൻഡും ഉണ്ട്. അത് ഇനിഷ്യലി ഒക്കെ നല്ല പാടായിരുന്നു നമ്മുടെ നോൺ ഡോമിനൻ്റ് ഹാൻഡ് ചെയ്യാനായിട്ട്. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്, റൈറ്റ്? പക്ഷേ ഈ സ്റ്റെപ്പ് മാത്രമല്ല, ഇതിന് മുന്നേ ഉള്ള ഗ്രൈൻഡിങ്ങിൻ്റെ സ്റ്റെപ്പാണെങ്കിൽ പോലും നമുക്ക് നമ്മളെ തന്നെ ഹാം ചെയ്യാനുള്ള ചാൻസസ് ആർ മോർ. അതിൻ്റെ കറക്റ്റ് പ്രഷർ, കറക്റ്റ് സ്പീഡൊക്കെ ഫിഗർ ഔട്ട് ചെയ്യുന്നത് വരെ ടേക്ക് ഇറ്റ് സ്ലോ, ഡു ഇറ്റ് സ്ലോലി. നമ്മളെ തന്നെ ഹാം ചെയ്യാനുള്ള ചാൻസസ് കൊടുക്കരുത്. ഇനിഷ്യലിയൊക്കെ എൻ്റെ കൈയൊക്കെ മുറിയായിരുന്നു. കാര്യം ഇതൊന്ന് സ്ലിപ്പാവോ, ഒന്ന് പ്രഷർ കൂടുകയോ അല്ലെങ്കിൽ ഒന്ന് ആംഗിൾ മാറുകയോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഹാം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഫൈലിംഗ് എല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നെയിൽസിനെ ആൽക്കഹോൾ വെച്ചിട്ട് ഫുൾ ഒന്ന് ക്ലീൻ ആക്കുക. അത് ബേസിക്കലി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അഴുക്കോ അല്ലെങ്കിൽ ലിക്വിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫുൾ ക്ലീൻ ആക്കാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അടുത്ത ഡീഹൈഡ്രേറ്റർ ആപ്ലിക്കേഷനാണ്. ഇത് ആക്ച്വലി കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ അകത്ത് അത്ര ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. ഡീഹൈഡ്രേറ്റർ അപ്ലൈ ആയിട്ട് ഡ്രൈ ആവുന്ന കാണാൻ ഭയങ്കര രസമാണ്. ഇനി ബിഫോർ പ്രൈമർ നമുക്ക് ജെല്ലിക് സ്റ്റെപ്സ് സൈസ് ചെയ്ത് നോക്കാം. ഇത് കുറച്ച് വലുതാണ്. സോ we do this. എഡിറ്റ് ചെയ്യാൻ നേരത്താണ് കാണുന്ന ഇത് ഔട്ട് ഓഫ് ഫ്രെയിമാണ്. ബേസിക്കലി ഫയൽ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ ഫയൽ ചെയ്ത് കളഞ്ഞ് നമ്മുടെ നെയിൽസിൻ്റെ സൈസിനോട് സിമിലർ ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ നെയിൽസിൻ്റെ എല്ലാ സൈസും എടുത്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ടോപ്പിൽ നോക്കിയാൽ കാണാം. എന്നിട്ട് നമ്മൾ ഓരോ നെയിൽ ടിപ്പും റെപ്പ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് റഫ് ആക്കണം, അല്ലെങ്കിൽ ഇത് സ്റ്റിക്ക് ചെയ്യില്ല. സൈസിങ് വീഡിയോ എല്ലാം ഔട്ട് ഓഫ് ഫ്രെയിം ആയതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാഞ്ഞ. നമുക്ക് ഈ സൈസസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടും.
ഇൻ കേസ് വലുതാണെങ്കിൽ മാത്രം ഫയൽ ചെയ്ത് ചെറുതാക്കിയാൽ മതി. ഇനി നമുക്ക് ടിപ്പ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ പ്രൈമർ അപ്ലൈ ചെയ്യണം. അത് ക്യൂർ ചെയ്യാൻ പാടില്ല. എന്നിട്ട് നമ്മുടെ നെയിൽ ടിപ്പിലേക്ക് എക്സ്റ്റെൻഡർ ജെൽ ആഡ് ചെയ്തിട്ട്, നമുക്കത് എക്സ്റ്റെൻഡർ ജെല്ലെന്നോ ജെൽ ഗ്ലൂ എന്നോ ഒക്കെ പേരിൽ കിട്ടും. അത് ആഡ് ചെയ്യുക, ആവശ്യത്തിന് ആഡ് ചെയ്യുക. ഒത്തിരി ആവാൻ പാടില്ല, ഒത്തിരി കുറയാനും പാടില്ല. ആ റൈറ്റ് എമൗണ്ട് വിത്ത് പ്രാക്ടീസ് നമുക്ക് മനസ്സിലാവുന്നതാണ്. ആദ്യമൊക്കെ ചിലപ്പം എക്സസ് ആവും. എക്സസ് ആയ സൈഡിൽ നിന്ന് തുടച്ച് കളയാം. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്ത് ആഡ് ചെയ്ത് വീണ്ടും അപ്ലൈ ചെയ്യുക. അഗൈൻ ട്രയൽ ആൻഡ് എറർ വഴി യു വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. ഈ എക്സ്റ്റെൻഡർ ജെല്ല് നമ്മുടെ നെയിലിലും അപ്ലൈ ചെയ്തിട്ട് ഈ ടിപ്പ് നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഇത് ക്യൂട്ടിക്കിളിൽ നിന്ന് കുറച്ച് മാറി കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കി തന്നെ വേണം ചെയ്യാൻ കേട്ടോ. നമ്മുടെ നെയിലിന് ഈ ആപ്ലിക്കേഷൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ നെയിൽ വല്ലാതിരിക്കും, ലൈക്ക് അലൈൻഡ് അല്ലാതെ ഇരിക്കും. അപ്പോൾ അത് പാരലാക്കി കറക്റ്റ് നെയിലിന് അലൈൻ ചെയ്ത് ഫിക്സ് ചെയ്യുക. എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ വേണം ക്യൂർ ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ചെയ്യുന്നത് ഫ്ലാഷ് ക്യൂറിങ്ങാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒറ്റയടിക്ക് ക്യൂർ ചെയ്യാൻ പോയാൽ ഹീറ്റ് സ്പൈക്ക് വരും. കാര്യം നമ്മളൊരു എമൗണ്ട് ഓഫ് ജെൽ ഒറ്റയടിക്ക് ക്യൂർ ചെയ്യുകയാണല്ലോ. അപ്പം ജെൽ ക്യൂറിങ് എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് നല്ലോണം ഹീറ്റ് വരും. അപ്പോൾ അത് ഒത്തിരി നേരം നമ്മൾ കണ്ടിന്യൂസ് ഈ ലൈറ്റ് വെക്കുകയാണെങ്കിൽ നമ്മുടെ നെയിൽ ബേൺ ആവുന്ന ഒരു ഫീൽ കിട്ടും. ഹാംഫുൾ അല്ല, പക്ഷെ നമുക്ക് വേദന എടുക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ ഫ്ലാഷ് ക്യൂറിങ് എന്ന് പറയും. കുറച്ച് നേരം ക്യൂർ ചെയ്യുക, എന്നിട്ട് മാറ്റി വെക്കുക, വീണ്ടും ക്യൂർ ചെയ്യുക. ആൻഡ് ഇൻ കേസ് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹീറ്റ് സ്പൈക്ക് തോന്നുകയാണെങ്കിൽ ആൽക്കഹോൾ വെച്ചൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആൽക്കഹോൾ സ്പ്രേ അടിക്കുകയോ ചെയ്താൽ മതി. ഹീറ്റ് അപ്പോൾ തന്നെ കുറയും. ബിൽഡ് ആവാനായിട്ട് അലവ് ചെയ്യരുത്. അങ്ങനെ നമ്മൾ എല്ലാ ജെൽ ടിപ്പും അപ്ലൈ ചെയ്യുക. ഞാൻ പ്രൈമർ ഒറ്റയടിക്ക് എല്ലാ നെയിലും അപ്ലൈ ചെയ്യില്ല. ഓരോ ടിപ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ടാണ് പ്രൈമർ ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ പ്രൈമർ അറിയാതെ പോലും ക്യൂർ ചെയ്യാൻ പാടില്ല. ക്യൂർ ചെയ്താൽ നെയിൽ സ്റ്റിക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സേഫ് ആവാനായിട്ട് എല്ലാ ടിപ്പും അപ്ലൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ യൂഷ്വലി എൻ്റെ നെയിൽ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ക്യൂർ ചെയ്യുന്നത്, അല്ലാതെ കൈ പിടിക്കില്ല. കാര്യം ഇതാണ് എളുപ്പം. കുറേ നാളായിട്ട് കസ്റ്റമേഴ്സിൻ്റെ മാത്രം നെയിൽ ചെയ്തിട്ടേ ഞാൻ ഈ മെത്തേഡ് അങ്ങ് മറന്നു പോയതാണ്. അതാണ് ഞാൻ കൈ പിടിച്ച് ഫ്ലാഷ് ക്യൂർ ചെയ്ത് നേരത്തെ നെയിലിനൊക്കെ. എങ്ങനെയുണ്ട്? ഫിനിഷ് ചെയ്തു. ഒരു കൈ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ? എനിക്ക് ഇങ്ങനെ കാണാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതിന് മുന്നിലത്തെ വീഡിയോസൊക്കെ ചിലത് ഫ്ലിപ്പായിട്ടുണ്ടെന്ന്. ഇനി തിരിച്ചു പോയി ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അതങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ടൈം ലാപ്സ് പോലെ ഇത്രയും പെട്ടെന്നൊക്കെ നെയിൽ ചെയ്യാൻ പറ്റിയിരുന്നേ കൊള്ളായിരുന്നല്ലേ. അപ്പോൾ ക്യൂറിങ്ങും പരിപാടികളും ഒക്കെ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ജെൽ ടിപ്പും അടിയിലുള്ള നമ്മൾ ഒട്ടിക്കാൻ ഉപയോഗിച്ച ആ ജെല്ലും കൂടെ ഒരുമിച്ച് ഫ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് അസറ്റോൺ ആണ്. അസറ്റോൺ വെച്ചിട്ട് ഒരു ബ്രഷും കൊണ്ട് ഇത് റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും ഈ 2 ലെയേഴ്സും കൂടെ ഒരുമിച്ച് ഫ്യൂസ് ആവും. അത് കഴിഞ്ഞൊന്ന് ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെയിൽ ഷേപ്പ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം അടിയിലെ ഗ്ലൂ കുറച്ച് പുറത്തേക്കോ അല്ലെങ്കിൽ ഈ എഡ്ജ് കുറച്ച് ഷാർപ്പായിട്ടോ ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഫയൽ ചെയ്ത് സ്മൂത്ത് ചെയ്യാം. ഇനി പതുക്കെ നമുക്ക് പെയിൻറ് പണി തുടങ്ങിയാലോ. ബേസൊക്കെ സെറ്റായി. ഇനി കളേഴ്സ് ചൂസ് ചെയ്ത് നെയിൽ പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. നെയിൽ പെയിൻറ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബേസ് കോട്ട് ആഡ് ചെയ്യുന്നതാണ്. ബേസ് കോട്ട് ഒരു ക്ലിയർ ലെയറാണ്. അത് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും നമ്മൾ ക്യൂർ ചെയ്ത് കഴിഞ്ഞാലും. ഇറ്റ് ബേസിക്കലി ഹെൽപ്സ് ദ നെയിൽ പെയിൻറ് ടു സ്റ്റിക്ക് ടു ദ നെയിൽ സ്ട്രക്ചർ. നെയിൽ പോളിഷ് അടിക്കാൻ ആരെയും പഠിപ്പിക്കേണ്ടെന്ന് എനിക്കറിയാം. എല്ലാവർക്കും നെയിൽ പോളിഷ് അടിക്കാൻ അറിയായിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ അടിക്കുന്നത് അതേപോലെ അടിക്കുക. ജസ്റ്റ് മേക്ക് ഷുവർ നമ്മുടെ ക്യൂട്ടിക്കൽ ഏരിയയിലേക്ക് അധികം പോളിഷ് കയറാതിരിക്കുക. അവിടെ ഒരു ക്ലീൻ ലൈൻ ഉണ്ടാവാൻ മാത്രം ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ ഉണ്ടായില്ലേ തന്നെ പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോട്ടൺ സ്വാബോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് ആ ചുറ്റുമുള്ള ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ക്യൂർ ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നെയിൽ പെയിൻറ്റിങ് സിമ്പിളായിട്ട് ചെയ്യാം. അതിനൊരു പ്രത്യേകിച്ച് ഒരു ട്യൂട്ടോറിയലിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ എടുത്തേക്കുന്ന കളേഴ്സ് ഇല്ലേ, ഫോൾ കളേഴ്സാണ്. ഇവിടെ ഇപ്പോൾ ഫോൾ ആയ സ്ഥിതിക്ക് എൻ്റെ ഔട്ട്ഫിറ്റ്സൊക്കെ ആ ഒരു സ്റ്റൈലിലേക്ക് മാറുന്ന, ആ ഒരു കളർ തീമിലേക്ക് മാറുന്ന ഒരു സീസൺ ആയതുകൊണ്ട് ഞാൻ ഈ ന്യൂട്രൽ ബ്രൗൺ ബ്ലാക്ക് ഷെയ്ഡ്സൊക്കെ ഉപയോഗിക്കാമെന്ന് ഓർത്തു. എനിക്കിപ്പോൾ എൻ്റെ മാറ്റ് ഫിനിഷ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ മാറ്റ് ഫിനിഷും ആണ് കൊടുക്കാൻ പോണേ. ഞാൻ എൻ്റെ ക്യൂട്ടിക്കൽ ഫ്ലഡ് ആയതുകൊണ്ട് എൻ്റെ ഫിംഗേഴ്സ്, എൻ്റെ മറ്റേ നെയിൽ വെച്ച് തന്നെ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക.
അങ്ങനെ ഫസ്റ്റ് കോട്ട് ഓഫ് പെയിൻറ് ഡൺ. എങ്ങനെയുണ്ട്? നല്ല കളേഴ്സ് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോൾ കളേഴ്സ്. അങ്ങനെ നമ്മൾ 2 കോട്ട് ഓഫ് നെയിൽ പെയിൻറ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഞാനൊരു പിൻട്രസ്റ്റ് പിക്ചറിൽ നിന്നാണ് ഇൻസ്പിറേഷൻ എടുത്തത്. അതിൽ ഇങ്ങനെ സെൻറ്ററിൽ കൂടെ ഒരു സ്പാർക്കിൾ ഗ്ലിറ്റർ ആഡ് ചെയ്തേക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. നമുക്കും ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു മാറ്റ് ടോപ്പ് കോട്ടും കൂടെ ഇട്ട് സംഭവം ഫുൾ സീൽ ചെയ്യാം. ഗ്ലോസി ടോപ്പ് കോട്ടും അവൈലബിൾ ആണ്, മാറ്റ് ടോപ്പ് കോട്ടും അവൈലബിൾ ആണ്. എനിക്ക് മാറ്റ് ഫിനിഷ് ഇഷ്ടമായതുകൊണ്ടും ഇത് ഫോൾ ആയതുകൊണ്ടും ഞാൻ മാറ്റ് ടോപ്പ് കോട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആയിട്ടോ. നമുക്ക് ടോപ്പ് കോട്ട് ചെയ്ത് നിർത്താൻ പറ്റും. പക്ഷെ എനിക്ക് ടോപ്പ് കോട്ട് ഒരു ലെയർ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഫൈൽ ചെയ്യുന്നത് ഇഷ്ടമാണ്. നമ്മുടെ നെയിൽ കുറച്ചുകൂടെ ഷാർപ്പായിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഇരിക്കുന്ന പോലെ തോന്നാറുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ലെയർ ഓഫ് ടോപ്പ് കോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഫുൾ ആൽക്കഹോളൊക്കെ ഒന്ന് വെച്ച് വൈപ്പ് ചെയ്ത് നെയിൽ ഫൈൽ ചെയ്ത് വീണ്ടും ആൽക്കഹോൾ വെച്ച് വൈപ്പ് ചെയ്തിട്ട് ഒരു ലെയർ ഓഫ് ടോപ്പ് കോട്ടും കൂടി ഇടും. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ടൈം ലാപ്സിൽ ചെയ്ത് തീർക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ചെയ്യുമ്പോൾ അത്ര സുഖമില്ല. റൈറ്റ് ഹാൻഡ് ചെയ്യുന്നത് നല്ല മെനക്കേടാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡും കൊണ്ട്. ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ കുഞ്ചിനെ പോലെ ഇരുന്ന് ചെയ്യുന്നത്. വെറുതെ ആണോ കഴുത്ത് വേദന വരുന്നത്? ഇനിയും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്റ്റെപ്പ് ഉണ്ട്, ആഫ്റ്റർ കെയർ. നമ്മളിത് ചെയ്താൽ മാത്രം പോരാ, നമ്മളിത് കെയർ ചെയ്യും കൂടെ വേണം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്യൂട്ടിക്കിൾ ഓയിൽ. അപ്പോൾ നെയിൽസൊക്കെ മാറ്റൊക്കെ അടിച്ചിട്ടും ഞാൻ ക്യൂട്ടിക്കിൾ ഓയിൽ ഇടുകയാണ്. കുറച്ച് ഷൈനിങ് ഒക്കെ വരും, പക്ഷെ കുഴപ്പമില്ല. ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ ക്യൂട്ടിക്കിൾ ആൻഡ് യുവർ നെയിൽസ്. അപ്പോൾ ക്യൂട്ടിക്കിൾ ഓയിലൊക്കെ ഇട്ട് നല്ലോണം റബ്ബൊക്കെ ചെയ്ത് അതാണ് നമ്മുടെ കുറച്ചുകൂടെ സെൽഫ് കെയർ ഫീൽ ചെയ്യുന്ന സ്റ്റെപ്പ്. ഇറ്റ് ഫീൽസ് നൈസ്, ഇറ്റ് സ്മെൽസ് നൈസ്, ഇറ്റ് ലുക്സ് നൈസ്. ഞാൻ ഔട്ട്ഫിറ്റൊക്കെ മാറ്റി നെയിൽസിന് ചേർന്ന ഔട്ട്ഫിറ്റ് ഇട്ടു. So yeah, നമ്മുടെ nails are done. This is going to be my nails for the next 1 month, 4 to 5 weeks. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. If you like my videos, please like, share and subscribe to my channel. Still getting used to this, but yeah.